നമസ്കാരം. വിവാദങ്ങൾക്ക് നീർക്കുമിളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മുഖ്യമന്ത്രി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നില്ല എന്നും പ്രളയബാധിതർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യാതൊരു നടപടിക്രമങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും അതിരൂക്ഷമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിൽ എത്തുകയും പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുമായി അടുത്ത് ഇടപഴകുകയും ചെയ്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും ആശ്വാസകരമായ പ്രവൃത്തിയായിട്ട് തന്നെ തോന്നുന്നു. ഇതിനു മുൻപ് LDFിൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും കണ്ണുകൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു എന്നുള്ളിടത്തായിരുന്നു. അതായത് വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിൽ പറക്കുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആളുകൾ കഷ്ടപ്പാടിലും ദുരിതത്തിലും കഴിയുന്ന സമയത്ത് വി.ഡി. സതീശൻ പോയിട്ട് സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിരുന്ന് മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ശക്തമായി നേരിട്ടത്. എന്നാൽ ഇന്നിതാ വി.ഡി. സതീശൻ ഇവിടേക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തുകയും പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2018 എന്ന് പറയുന്ന വർഷത്തിൽ 2018 നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് എക്കാലത്തെയും നൂറ്റാണ്ട് കണ്ട മഹാപ്രളയമായിരുന്നു എന്ന് LDFും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷവും വലിയ ശക്തമായി ഉന്നയിക്കുന്ന ഒരു വിവാദം തന്നെയാണ്, അല്ലെങ്കിൽ വാക്ക് തന്നെയാണ്. അതിനു മുമ്പ് 1970കളിൽ എന്തോ ആണ് ഇങ്ങനെ ഒരു വലിയൊരു പ്രളയം ഉണ്ടാകുന്നത്. എന്നാൽ 2018 നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാപ്രളയം ഉണ്ടാകുന്ന സാഹചര്യം. എന്നാൽ ആ സാഹചര്യത്തിന് ശേഷം ഈ കഴിഞ്ഞു പോയ സർക്കാർ 2018 ശേഷം എന്താണ് ഇനിയും ഒരു പ്രളയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വീണ്ടും 19 വീണ്ടും ഒരു പ്രളയം കൂടി ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാലഘട്ടങ്ങളിലും ഉണ്ടായ പ്രളയത്തെ പ്രതിരോധിക്കാൻ എന്താണ് LDF സർക്കാർ ഇക്കണ്ട കാലം അത്ര ഭരിച്ചിട്ടും ചെയ്തത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. 8 വർഷമാകുന്നു. വീണ്ടും 8 വർഷം കൂടി ഇതേ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറയുന്ന വി.ഡി. സതീശൻ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഏറ്റവും കൂടുതൽ നാശമുണ്ടായ പമ്പയാറ്, ആ പമ്പയാറിലേക്ക് കഴിഞ്ഞ ഇതിൻ്റെ കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിന് ശേഷം അതിലേക്ക് വന്നടിഞ്ഞ ചെളിയും മണ്ണും ഒക്കെ വാരിക്കളഞ്ഞിട്ടുണ്ടോ, അതൊക്കെ വേറെ എവിടേക്കെങ്കിലും മാറ്റിയിട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഈ 8 വർഷമായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നെന്താ ഏതൊരു സമയത്തും ഏതൊരു വർഷത്തും 2018-19 ശേഷം ഏതൊരു കാലത്തും നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാർ മഴ പെയ്ത് മഴ മാനത്ത് കണ്ടാൽ ഭയപ്പാടോട് കൂടി ജീവിക്കേണ്ട ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് പോയി. അവിടെ നമുക്കറിയാം അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവ സവിശേഷത പോലും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ഓരോ വ്യക്തികളും. അപ്പോൾ കൂടുതൽ കൃഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ധാരാളമായി ഉണ്ട്. അവരുടെ മണ്ണിൻ്റെ ഘടന പോലും നഷ്ടപ്പെട്ടു പോകുന്നു, ഫലഭൂയിഷ്ടി പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് കൂടി എന്താണ് സർക്കാർ ചെയ്തത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഇടത് സർക്കാർ എന്ത് ചെയ്തു? അതിനെയെല്ലാം വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടാണ് പോയത്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ആ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യമൊക്കെ നിരവധിയായി ഉയർത്തിക്കൊണ്ടാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുന്നത്. എന്നാൽ കൃത്യമായി അവിടേക്ക് ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്ന ആ പ്രതിപക്ഷ ആരോപണത്തെയും വളരെ ശക്തിയുക്തം മുഖ്യമന്ത്രി വെട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ പ്രളയമുണ്ടായി തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അവിടെ നമുക്കറിയാവുന്ന പോലെ ഒരു മന്ത്രിയെ അവിടെ ഏർപ്പാടാക്കി അവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം അവിടെ നടക്കുന്ന കള്ളപ്രചരണങ്ങളെക്കുറിച്ചും, അതായത് വി.ഡി. സതീശൻ്റെ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നും പ്രളയഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു അമ്മ ബൈറ്റ് കൊടുത്തിരുന്നു ഒരു മാധ്യമത്തിന്. അപ്പോൾ പിന്നീട് ഈ അമ്മയെ പറയുന്ന ഒരു കാര്യം, ഇത് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ പറയിച്ചതാണ് എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് ഈ പ്രളയത്തിനിടയിലും രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പ്രളയത്തിൽ നമ്മൾ രാഷ്ട്രീയം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യർ ഇത്രയും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഗതി നമ്മുടെ നാടിനുണ്ടായിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയമായി ചിന്തിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയം പറയുന്നു. അതായത് പിണറായി വിജയനുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ നിങ്ങളൊക്കെ കയറി പോയത്, പക്ഷേ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതി. രണ്ടാമതായി ഉയർത്തി അത് പിന്നീട് പറഞ്ഞ മറ്റേ വിജയനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന വീണ്ടും ആ അമ്മയുടെ ഒരു ബൈറ്റ് കൂടി വരുന്നു. അത് അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറി പറയിച്ചതാണ് എന്നുള്ള കാര്യം പിന്നീട് ആ അമ്മയുടെ മകളോ മറ്റോ ഒരു വീഡിയോ എടുത്തപ്പോൾ മനസ്സിലാവുന്നു. അപ്പോൾ ഈ രീതിയിൽ പോലും
പ്രളയത്തിനിടയിൽ ആൾക്കാർ ദുരിതത്തിനിടയിൽ ഈ രീതിയിൽ പോലും അവിടെ ഒരു ചെറിയ മാറ്റിമറിക്കലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വളരെ കൃത്യമായി പൊതുജനത്തെ അറിയിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഒരു 150 പേരിലധികം, ഇനി നമ്മൾ ആലോചിക്കും ഇവിടെ ക്യാമ്പുകൾ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. എല്ലാവർക്കും സംശയമാണ്. ക്യാമ്പുകളിലേക്ക് അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തുന്നു. അവർക്ക് വേണ്ട ആഹാരമായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും അവർക്ക് എന്ത് നൽകും എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആഹാരം, അതിനെല്ലാം കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അവിടെ ഒരു മെഡിക്കൽ പരിശോധന കർശനമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം 150 പേരിൽ കൂടുതൽ ആളുകളെ ഒരു ക്യാമ്പിലും താമസിപ്പിക്കില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 100 ചില്ലുവാനം ക്യാമ്പുകളുണ്ട്. 150 കൂടുതൽ ആളുകളെ ഒരു കാരണവശാലും ഒരു ക്യാമ്പിൽ അലോ ചെയ്യുന്നതല്ല എന്നുള്ള കാര്യവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും പ്രളയാനന്തരം വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നവർക്ക് വീടുകൾ വൃത്തിയാക്കുന്നതിനും മറ്റുമായി ഒരു അടിയന്തര ധനസഹായം എന്നുള്ള നിലയിൽ ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. കാരണം അവർ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ഇതെങ്ങനെ വൃത്തിയാക്കണം, അതോടൊപ്പം തന്നെ അതിന് പൈസ ചിലവ് വരും. അവർക്ക് നിത്യച്ചെലവുകൾ കണ്ടെത്താൻ പോലും അവർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധിയായ അവരുടെ ലൈവ്ലിഹുഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ നിത്യജീവിതത്തിൻ്റെ ചിലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു 10,000 രൂപ നൽകുന്നു. ഇതിനോടൊപ്പം അവരുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ കിറ്റും ഇവർ മടങ്ങിപ്പോകുന്ന സമയത്ത് ഇവർക്ക് കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു ചിന്താഗതിയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. അപ്പോൾ ഈ അതിഥി തൊഴിലാളികളെ പാർപ്പിക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ ഇവരുടെ കടമയാണ്. അതായത് കോൺട്രാക്ടർമാരുടെ ജോലിയാണ്, ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ അവരെയൊക്കെ താമസിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലവിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതായത് കോൺട്രാക്ടർമാരാരും ഇവരെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഇല്ല നിലവിൽ. അവർക്കൊക്കെ അതൊരു അധിക ബാധ്യതയായി മാറും. തന്നെയല്ല, കോൺട്രാക്ടർമാരായിട്ട് എങ്ങനെയാണ് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. എങ്ങനെയാണ് കോൺട്രാക്ടർമാർ തന്നെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല. പക്ഷേ അത് സർക്കാരിന് അതിഥി തൊഴിലാളികളെ തള്ളിക്കളയാനും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിനും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശമുണ്ട്. ഇവരെ കൂടെ ഈ ക്യാമ്പുകളിൽ അധിവസിപ്പിക്കുക എന്ന് പറയുന്ന വേറൊരു നടപടിക്രമമുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഈ അതിഥി തൊഴിലാളികൾ കഴിക്കുന്നത് നമ്മൾ മലയാളികൾ കഴിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ പ്രത്യേകതരം ആഹാരങ്ങൾ കൂടി അവർക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആഹാരം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഉടനെ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞു പോകാൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഴിവ് തന്നെയാണ്. കാരണം അദ്ദേഹം വന്നു, അവിടെ മുഴുവനായി കണ്ടു, അവിടെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെന്ന് കണ്ടു. അതോടൊപ്പം കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്തില്ല എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ തന്നെയുമല്ല, ഈ പറയുന്ന പോലെ ചില ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, സർക്കാരിന് പ്രത്യേകിച്ച് ഒരു റോളും ഇക്കാര്യത്തിൽ ഇത്തവണ പ്രളയമുണ്ടായപ്പോൾ ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവർക്കൊക്കെ പറ്റിയ കൃത്യമായ മറുപടിയാണ് അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശൻ നൽകിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതായത് അതുകൊണ്ടാണ് തുടക്കത്തിലെ തന്നെ പറഞ്ഞ് എത്ര വിവാദങ്ങൾ ഉണ്ടായാലും വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വാ തുറക്കം വരെയേ ഉള്ളൂ. ഏതൊരു വിവാദത്തിൻ്റെയും ആ ഒരു ശക്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെ വി ഡി സതീശൻ ഇത്തവണയും ഹീറോ ആയി കഴിഞ്ഞിരിക്കുന്നു. ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയും അവർക്ക് വേണ്ട കാര്യങ്ങളിൽ കൃത്യമായി ഒരു നേതാവിനെ പോലെ നിന്ന് പി സി വിഷ്ണുനാഥ് അടക്കമുള്ള മന്ത്രിമാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ, അതത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഫണ്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, അത് തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ള നിലയിൽ എല്ലാവർക്കും അംഗീകാരം കൊടുത്തുകൊണ്ട് പൊതുജനത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ, ഒരു തരത്തിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു മികച്ച സംഘാടകനായി തന്നെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്.